നമസ്കാരം സുഹൃത്തുക്കളെ, നാം പലപ്പോഴും ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ വരുത്തുന്ന ഒരു വലിയ തെറ്റിനെ കുറിച്ച് നമുക്കിന്ന് പഠിക്കാം. ഞാൻ എൻ്റെ മുടി മുറിപ്പിക്കാനായി പോകുന്നു. വേർ ആർ യു ഗോയിങ് എന്നിപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, നീ എവിടെ പോകുന്നു? നാം നമ്മുടെ തലയിലെ മുടി മുറിപ്പിക്കാനാണ് പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ മറുപടി പറയണം ഇംഗ്ലീഷിൽ? നമ്മൾ പലരും ഇങ്ങനെയായിരിക്കും പറയുന്നത്, ഐ ആം ഗോയിങ് ടു കട്ട് മൈ ഹെയർ. ഞാൻ എൻ്റെ മുടി മുറിക്കാൻ പോകുന്നു. ശരിയല്ലേ? ഐ ആം ഗോയിങ് ടു കട്ട് മൈ ഹെയർ. ഇപ്പോഴും നമ്മളിൽ പലരുടെയും മനസ്സിൽ ഈ വാക്യമാണ് ശരിയെന്ന് കരുതുകയാണ്. പക്ഷേ ഈ വാക്യം തെറ്റാണ്. എന്താണെന്നറിയാമോ? ഐ ആം ഗോയിങ് ടു കട്ട് മൈ ഹെയർ എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം എൻ്റെ മുടി മുറിക്കാൻ പോകുന്നുവെന്നാണ്. ഞാൻ തന്നെയാണ് മുറിക്കുന്നത്. ഐ ആം ഗോയിങ് ടു കട്ട്, ഞാൻ തന്നെയാണ് മുടി മുറിക്കുന്നത്. പക്ഷേ വാസ്തവം അതല്ലല്ലോ. നമ്മൾ ഏതെങ്കിലും ഒരു ബാർബറിൻ്റെ അടുത്ത് പോയി നമ്മുടെ മുടി മുറിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പറയണമെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെ ഈ വാക്യം മാറണം? ഐ ആം ഗോയിങ് ടു ഹാവ് മൈ ഹെയർ കട്ട്. ഐ ആം ഗോയിങ് ടു കട്ട് മൈ ഹെയർ അല്ല, ഹാവ് മൈ ഹെയർ കട്ട്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഐ ആം ഗോയിങ് ടു ഹാവ് മൈ ഹെയർ കട്ട്. ഞാൻ എൻ്റെ മുടി മുറിപ്പിക്കാൻ പോകുന്നു. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.